വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബലയാന്ന് വിളിക്കാൻ പട്ടൊക്കെ ശരിക്കും അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല എന്നുള്ള സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട്. എന്നോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷെ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം തന്നെയാണ് ഞാൻ പറയുക. ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്ട് ഓണായി വരുന്നുണ്ട്. അപ്പൊ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ലുക്കല്ലോ മമ്മൂട്ടി, അത് വേറെ ആളല്ലേ. അപ്പോ താങ്കളും നിർമ്മാതാവാണ്, സംവിധായകനാണ്. ഇപ്പൊ സിനിമാ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നു പോകുന്ന സമയമാണ്. നമുക്ക് കഴിഞ്ഞ കുറേ ദിവസമായി സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ബജറ്റ് പുറത്ത് വിടുക, അതിന്റെ എത്ര രൂപയാണ് മുടക്ക്, എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത്, അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്ന് പോകുന്നൊരു ഘട്ടവും വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ ഒരു തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതിയിരുന്നു. തന്റെ സിനിമ ഇത്ര കോടി കളക്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്ര കളക്ട് ചെയ്യുക, ഇപ്പോൾ ആലപ്പുഴ ജിങ്കാറി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന്റെയും ഇറക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്നാൽ, താങ്കൾ നിർമ്മാതാവും കൂടെ ആയതുകൊണ്ട് ആ ചോദ്യം, അത് സിനിമയൊക്കെ ബാധിക്കും. ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സിനിമയുടെ റൈറ്റ്സ് വരുന്നത്, ഇത്ര എമൗണ്ട് ആ തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു നടനെയും ബാധിക്കും. ആ നടന് സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടുന്നുള്ള ആ നടനെയും ഭാവിയിൽ ബാധിക്കും. താങ്കൾ നിർമ്മാതാവാണ്, ഡയറക്ടറിനെയും ബാധിക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. അത് തുടർന്നാൽ സിനിമയ്ക്ക് മോശമാകും. ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പൊ സിനിമ റിലീസായിട്ടേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങൾ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ വേറെ നിർമ്മാതാക്കളാണ്. ഇപ്പോ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു മാസ അവസാനവും പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നത്. അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോ ഹൈദർക്ക പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ലാസ്റ്റ് ഒരു 6 മാസം 7 മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകാമെന്ന് നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ്. നെറ്റിലെ ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യം ചർച്ചയാവുന്നുണ്ട്. നെറ്റിലൊക്കെ സിനിമകൾ ഇങ്ങനെ വിജയിച്ചിങ്ങനെ പോയി, അപ്പോൾ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നു, അത് ഒന്ന് നിയന്ത്രിക്കണം, ഇങ്ങനെയൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സിനിമകളുടെ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ ആ പ്രതിഫലം നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട്, അല്ലെ? നമ്മുടെ ഒരു സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരുടെയും പ്രതിഫലം കൂട്ടാം. അപ്പൊ അതിനെതിരെയും ഒരു ശബ്ദം ഉയർന്നു. ഒരു സിനിമ വിജയിച്ചാൽ ആ നടൻ വീണ്ടും പ്രതിഫലം കൂട്ടുന്നു, 1 കോടി മേടിക്കുന്ന ആൾ 2 കോടി മേടിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു. അത് നിങ്ങളെപ്പോലുള്ള ഇപ്പോൾ വരുന്ന യുവ തലമുറയ്ക്ക് അത് ബാധകമാവുന്നുണ്ട്. അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നെസ്ലിൻ എന്നൊരു ആക്ടർ, അത് ഗണപതി ഉൾപ്പെടെയുള്ളവർ പറയണ്ട കേട്ടോ, നിങ്ങളെല്ലാവരും പറയണ്ടാവും, നിങ്ങളെല്ലാം നല്ല ആക്ടറൈസ് ആണ്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നുണ്ടോ? ലുക്കു പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്ട് ഓണായി വരുന്നുണ്ട്. അപ്പൊ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കൂട്ടത്തിലൊരു സൂപ്പർ സ്റ്റാർ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നു, അത് സിനിമയ്ക്ക് പരാജയം വരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അതൊക്കെ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതിഫലം കൂടുതൽ കറക്റ്റ് പൈസ പേ പോകുള്ളൂ. അപ്പൊ അത് ഓക്കെയാണ്. അത് ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അറിയില്ല എങ്ങനെയാണ്. അല്ല, ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുമ്പോ ഒരു വിഷയമാണല്ലോ ഒരു താരത്തിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. വാർത്തകൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല. നമുക്ക് അറിയുമ്പോഴല്ല അതിന്റെ അത്തരം സ്റ്റാർസ് ഒക്കെ വാങ്ങുമ്പോഴായിരിക്കും അറിയില്ല. ഇനി അങ്ങനെ ആവുമ്പോ ഞാൻ നോക്കാം. അപ്പൊ ഞാൻ ഇതിന് ആൻസർ പരാതിപ്പെടേണ്ട കാര്യമുള്ളൂ.
ഇല്ല, എനിക്ക് അങ്ങനത്തെ പരാതികളോ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളിപ്പോൾ എനിക്കറിയില്ല, ആ അത്തരം മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് ഹാപ്പിയാണ് ഇപ്പം ഉണ്ടാകുന്ന പരിപാടികളിലൂടെ നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്, നമ്മൾ വർക്ക് ചെയ്ത ആൾക്കാരോട് ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളല്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു ആക്ടറിൽ ഇപ്പൊ ഒരു സ്റ്റാർ ഇമേജ് അല്ലെങ്കിൽ സ്റ്റാർ കോമ്പോണന്റ് ഉണ്ടെന്ന കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ലുക്കുവിന് നമ്മുടെ തല്ലുമാലയില് അങ്ങനെ കുറെ ഷോർട്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ലൈഫിന് തന്നെ വേറെ രീതിയിൽ മാറ്റിയിട്ടുണ്ട് ആസ് എൻ ആക്ഷൻ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആളെ കൊണ്ട് മാസ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗണപതിക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രാങ്കോന് കൊടുത്തിട്ടുണ്ട് പടത്തിനകത്ത്, ജിം കറിക്കകത്ത്. അങ്ങനെ ഒരു സ്റ്റാർ ആളുകളെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ് ഒരു ആക്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് എങ്ങനെ ഐഡന്റിഫൈ? മാസ് എന്ന് അതെനിക്കറിയില്ല. ഇപ്പൊ നമ്മൾ സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിനെ അത് കുറച്ചും കൂടെ കുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സീനുകളാണല്ലോ ഡെവലപ്പ് ചെയ്യുക. ക്യാരക്ടറിനെയും സീനിനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ അതിനെ ആ ഒരു ലിഫ്റ്റിലേക്ക് വരാം. അപ്പോ ആ എഴുത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രീ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 40 to 50% നമ്മൾ അത് പ്രിപ്പയർഡ് ആയിരിക്കും. അതിന്റെ മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം അത് കൺസീവ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാപ്പബിലിറ്റി ആണ്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ, അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിന് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതികൾ, അതിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മളും പ്രേക്ഷകരാണ്, സിനിമാ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോടും. ഇയാൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷനും കൂടെ വരുമ്പോഴാണ് ഈ പറയുന്ന കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ സിനിമയ്ക്ക് പുറത്ത് മമ്മൂക്കയുടെ ഒരു സ്റ്റാർ ഇമേജ് എന്ന് പറയുന്നതും ഒരു മാസ് ഫുൾ ഓഫ് ചെയ്യാനുള്ള ഇതും ഒരുപാട് വലുതാണല്ലോ. പക്ഷെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മൊമെന്റുകളല്ല മനസ്സിലാക്കാൻ ഭയങ്കര സട്ടിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇൻഡോർ ഷോട്ട് പോലും വളരെ അയാളുടെ എല്ലാ ഇന്റലിജൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സട്ടിലായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം ലുക്കുവിനെ വെച്ചിട്ട് ഒരു മാസ് മൊമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെന്താ ഒരു ഫംഗ്ഷൻ ഉണ്ട്? ലുക്കല്ലോ മമ്മൂട്ടി, അത് വേറെ ആളല്ലേ. അപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കായോട് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് ഇത്തരം ഒരു സിനിമയല്ല. നിങ്ങൾ കണ്ട പോലെ ഉണ്ടാന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സിനിമയ്ക്ക് അത് അത്രയും മതി. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അത്ര പെർഫോമൻസിനെയും ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ശരിയല്ല. അതുകൊണ്ടാണ് നസ്ലന്റെ സിനിമകളുടെ മാസിവ് സക്സസ് കാരണം ആരാധകർക്കിടയിൽ നസ്ലൻ ഒരു വരുംകാല സൂപ്പർ സ്റ്റാർ ആണ് എന്നൊരു ടോക്കുണ്ട്. അതുപോലെ തന്നെ കോമഡി ഇത്ര അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു യുവനടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദിലീപേട്ടന്റെ ഒക്കെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ എങ്ങനെയാണെന്ന്? ആരോപണങ്ങളാണോ? അല്ല, അപ്രിസിയേഷൻസിന് അല്ല, ഒരിക്കലും ഞാൻ അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല എന്നുള്ള സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട്. പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളോ ഇല്ല. ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം, എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ, ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അപ്പോ അസ്ലിന്റെ ഈ ജയ് ബാലയ്യ സാധനം ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തെലുഗു ഓഡിയൻസ് അത് വീഡിയോ അന്നേരം സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തത്? അവിടുത്തെ ഓഡിയൻസ്, തെലുഗു ഓഡിയൻസ് പറഞ്ഞതാ, ഞാനായിട്ട് പറഞ്ഞതല്ല. എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബാലയ്യാന്ന് വിളിക്കാൻ വട്ടൊക്കെ ശരിക്കും. അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയ്യയുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ട് പറഞ്ഞത്. ഗുഡ് ബാഡ് നസ്ലിനെ അവസാനം വരെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചിരുന്നത് റൂമേഴ്സ് പറയുന്നത് സത്യമാണ്? സത്യമായിരുന്നു. ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത്. അവർക്കൊരു 2 സ്കെഡ്യൂള് ഈ ഞങ്ങളുടെ സിനിമയുടെ ഇടയിൽ വേണമായിരുന്നു. അതപ്പോൾ വലിയൊരു സിനിമയാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ സിനിമ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. രതീഷ് ചേട്ടാ, ഇപ്പൊ ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയുടെ റൈറ്ററാണ്. ഇപ്പൊ ഇവിടെ തന്നെ, അതെ, അപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്ന എല്ലാവരും ഒരു ഭയങ്കര പിള്ളേർ വൈബാണ്. അപ്പോ ചേട്ടൻ ഈ പടത്തിന്റെ ഒരു റൈറ്റിംഗ് നിർവഹിക്കുമ്പോ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയോ? ആ പ്രോസസ് എങ്ങനെയായിരുന്നു? അവരിലോട്ട് ഇറങ്ങിച്ചേരുന്ന ആ ഒരു പ്രോസസ്?
താനെന്താ ഉദ്ദേശം ഞങ്ങളുടെ രതീഷേട്ടൻ തന്തവായി പോകുന്നു അല്ല പറഞ്ഞു കൊടുക്കണ അല്ല അങ്ങനെയല്ല, ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? കാരണം അവരിലേക്ക് ഇറങ്ങി ചെല്ലണ്ടേ, ക്യാരക്ടേഴ്സിലൂടെ ഇറങ്ങി ചെല്ലണ്ടേ അവരുടെ സംഭാഷണങ്ങളിലേക്കൊക്കെ. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. റഹ്മാന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇവരെല്ലാവരും സെറ്റായിരുന്നു. പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കൊണ്ടിരുന്നത്. പിള്ളേര് ആണ് അവരൊന്നും വേണമെങ്കിൽ ഞാനൊരു ചൂടായി ആ തന്തവിമാന്ന് പറയും. ആ കാര്യങ്ങളൊന്നും ഞാൻ എന്ത് പറഞ്ഞാലും അവരെല്ലാവരും കൗണ്ടേഴ്സ് കാർക്കിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അവരിലേക്ക് അടുക്കലേക്ക് അപ്പുറം റഹ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നു പലപ്പോഴും. ഞാൻ ഓരോ ആർട്ടിസ്റ്റിനെ കൊണ്ടുപോയി സ്ക്രിപ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണെന്നൊന്നും ഇല്ലായിരുന്നു. റഹ്മാന്റെ ഒക്കെ സ്ക്രിപ്റ്റ് കൊടുക്കുക, റഹ്മാനത് മനസ്സിലായിട്ടുണ്ട്, റഹ്മാനായിരിക്കും എല്ലാവരോടും അത് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നീട് അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സിലൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടി വരിക. അല്ലാതെ ഞാൻ പോയി വെറുമായിട്ട് നിന്നിട്ട് സ്ലാങ് കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതുകൂടെ എളുപ്പമായിരുന്നു പരിപാടി. ഭയങ്കര ഡയലോഗ് എഴുത്തിലൊരു ഭാഗം അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ സീനുകളെല്ലാം റഹ്മാൻ തലേദിവസം രാത്രി ഒരു 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാളെ ഷൂട്ട് ചെയ്യാൻ പോണ സീൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു തരിക. അപ്പൊ അത് പക്ഷെ അതും ഒരു രസമായിരുന്നു. ഒരു 95 ദിവസം അത്ര ഒരു ചർച്ചയും ഡിസ്കഷനൊക്കെ ഫുൾ ടീമായിട്ടൊക്കെ. ഈ സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും ദിവസവും ഷൂട്ട് കഴിഞ്ഞെത്തുന്നത് ഒരു 3 മണിക്കാണെങ്കിൽ 4 മണിയാകുമ്പോൾ എല്ലാവരും വന്നിരുന്നു 1 മണിക്കൂർ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനിനെ കുറിച്ചൊരു ഡിസ്കഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നിയിരുന്നത്. ഇവിടെ ഇപ്പൊ ബാക്കിയിരിക്കുന്ന യങ്സ്റ്റേഴ്സ് അല്ലേ, ആക്ടേഴ്സ്, അവരോടൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇതിന്റെ നിർമ്മാതാവും കൂടിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ഡീലിങ് എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയോടെയാണോ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇപ്പൊ നസ്ലൻ തന്നെ ഒരു അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഭവ്യതയൊക്കെ ഇടയ്ക്ക് കാണിച്ചിരിക്കുന്ന പോലെ ഇരുന്നായിരുന്നു വന്ന സമയത്ത്. ഇപ്പൊ ഇല്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡീലിംഗ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗരവക്കാരനാണോ ഖാലിദ് റഹ്മാൻ? ഇല്ല, ഞാൻ ആദ്യമേ അധികം എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വന്നൊരു സിനിമയാണ് റൊമാനിക്കയുടെ സിനിമ. അപ്പൊ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇൻഡ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന റൊമാനിക്ക എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ ഷൂട്ടിന്റെ ആദ്യത്തെ ഒരാഴ്ച തന്നെ അത്രയും പോകേണ്ടി വരുന്നില്ല. നമ്മൾ ആദ്യം ബോക്സിങ്ങിന്റെ ട്രെയിനിങ് തന്നെ റൊമാനിക്ക നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോസസ്സിൽ നമ്മളെല്ലാവരും ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഇടപഴകിക്കൊണ്ടിരുന്നത്. അപ്പം ഡയറക്ടർ സീറ്റ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ റൊമാനിക്ക എന്തായാലും ഒരു ബ്രദറിനെ പോലെയാണ്. പാടും പോകണം. അപ്പൊ ഓർഗനിക്കുന്ന 3 പേരില്ലേ നായികന്മാര്, അവർക്കൊന്ന് മൈക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആലപ്പുഴ ജിംഖാന നൽകിയ എക്സ്പീരിയൻസ്? ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയിലൂടെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തി എന്നൊന്ന് പറയാമോ? ഈ സിനിമയിലേക്ക് എത്തിയത് ഓഡിഷൻ വഴി തന്നെയാണ്. ഒരു 3 റൗണ്ട് എനിക്കുണ്ടായിരുന്നു, നന്ദയ്ക്ക് ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് എനിക്കറിയില്ല. പക്ഷെ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വരെ എത്തിയത്. സോ നല്ലൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അന്നാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ എനിക്ക് ചെറിയൊരു മലയാളം പറയുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഓൾ വെന്റ് സ്മൂത്ത്ലി. സോ സെയിം ക്വസ്റ്റ്യൻ. ഞാൻ ഓഡീഷൻ വഴിയാണ് വന്നത്. എന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഫസ്റ്റ് മൂവിയിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ലക്കാണ്. അപ്പൊ അതുകൊണ്ട് ലക്കി കുറെ പഠിക്കാൻ പറ്റി. എനിക്ക് ആദ്യം ഇതിന്റെ അസോസിയേറ്റ് ആണ് കോൾ ചെയ്യുന്നത്. ആരാ സജസ്റ്റ് ചെയ്തെന്ന് അറിയില്ല, പേര് പറഞ്ഞ കാതൽ കണ്ടിട്ടാണെന്നാണ് എനിക്കുന്നത്. ഇതിലൊരു ക്യാരക്ടർ ആയിരിക്കും എന്നാ പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ ബോക്സറിന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുന്നില്ല, ഞാൻ അത് തന്നെ അത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റ് ചെയ്ത് ഒരു സ്ക്രീൻ ടെസ്റ്റും കൂടി കഴിഞ്ഞാൽ കൺഫേം ചെയ്യുന്നു. യെസ്, ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി ഉണ്ടായിരുന്നു. അപ്പം ഒരു ക്രിയേറ്റർ എന്ന ചോദിക്കാം. അപ്പം സിനിമകളിൽ അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകൃത്തിന്റെ സംവിധായകനുമാണ് തീരുമാനിക്കുന്നത്. എന്റെ സിനിമ എങ്ങനെ വേണം, എന്റെ ഔട്ട് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് എന്റെ റൈറ്ററും ഡയറക്ടറുമാണ്. പക്ഷെ അവർ കത്രയെ വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ എന്റെ സ്വാതന്ത്ര്യം നശിക്കുകയാണ്.
അപ്പോൾ ഒരു ഡയറക്ടർ എന്നൊരു ക്രിയേറ്റീവ് പേഴ്സൺ എന്നല്ല ചോദിക്കുക, ഈ സെൻസർഷിപ്പ് അല്ലെങ്കിൽ അതിൽ കത്തി വെക്കുന്ന പരിപാടി മോശമാണ്. സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പൊ അവരൊരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാവും, ചീത്തവശങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ക്രിയേറ്റീവായിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പേഴ്സണലി അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ, ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷെ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ അത് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം തന്നെയാണ് ഞാൻ പറയുക. കാരണം നല്ല രീതിയിൽ, അത് മോശമാവാനോ ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല. കാരണം സിനിമ എന്ന് പറയുന്ന ബിഗ് മീഡിയ ആണ്, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് പ്രൊപ്പഗൻഡ സിനിമകൾ കാണുന്നുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിൻ്റെതായ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ്. ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തി വെക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എതിർ ദിശയിൽ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത പടം രാജുവേട്ടനായിട്ടാണ് ഡിസ്കഷൻ നടക്കുന്നതെന്ന് കേൾക്കുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? ഒരുപാട് ഡിസ്കഷൻസ് നടന്നേ ഉള്ളൂ, അതിലൊന്നും ഇതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തായിരിക്കും അടുത്ത സിനിമ എന്നുള്ളത്. ഇനിയെങ്കിലും വേറൊരു സിനിമ ചെയ്യണം, നല്ലൊരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം. താങ്ക് യു സോ മച്ച്. അങ്ങനെയല്ല, ഇതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരു ആഗ്രഹം.